ഹലോ, ഇന്ന് നമ്മളിപ്പോൾ ഇന്ന് ഒരു വ്ളോഗായിട്ട് തന്നെ വന്നേക്കാണ് കേട്ടോ. ഇന്നൊരു സന്തോഷമുള്ള ദിവസമാണ്. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടപ്പോൾ പറഞ്ഞിരുന്നില്ലേ, നന്ദുവിൻ്റെ ബർത്ത്ഡേ ആയിട്ടുണ്ട്. 30-ാം തീയതിയാണ് അവളുടെ ബർത്ത്ഡേ. ഇതേ നിച്ചുമോനുണ്ട് കേട്ടോ നമ്മുടെ കൂടെ. ഇതേ കണ്ണൻ ഇവിടെ പൂട്ടിയൊക്കെ ഇറങ്ങാൻ പോകുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇന്നിപ്പോൾ ബർത്ത്ഡേ സെലിബ്രേഷന് വേണ്ടിയിട്ട് ഇന്ന് വൈകിട്ട് അവരുടെ വീട്ടിലാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ വ്ളോഗാണ് ഇന്നത്തെ ഞാൻ എടുക്കുന്ന വ്ളോഗ്. അതെ, നിച്ചു പിന്നെ എന്തൊക്കെയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ, താക്കോലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു കുഞ്ഞു വ്ളോഗ് എന്താണെന്ന് വെച്ചാൽ നന്ദുവിൻ്റെ ബർത്ത്ഡേയുടെ കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. ഓക്കെ, അപ്പോൾ അത്രേ ഉള്ളൂ. ജസ്റ്റ് ഒരു ഇൻട്രോ പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് വിടാം. ഞങ്ങൾ ഇവിടുന്ന് പോവാണ് കേട്ടോ, വീട്ടിൽ നിന്ന് ഇറങ്ങുകയാണ്. അപ്പോൾ ഇനി ബാക്കി നമുക്ക് അവിടെ ചെന്നിട്ട് ഞാൻ ചെറിയ നമുക്ക് പറ്റുന്ന പോലെയുള്ള വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം. കണ്ണാ, എന്താ പറയാനുള്ളത്? എന്താ നമ്മുടെ പരിപാടി? നമ്മുടെ പെട്ടെന്ന് ചോദിച്ചാലല്ലേ, ഇതിപ്പോ കൊറേ ആയിട്ടാ വ്ളോഗ്, എന്നിട്ടും ഈ പുള്ളിക്കാരന് പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്നും കിട്ടുന്നില്ല. അതൊക്കെ എന്റെ നിച്ചുമാൻ കണ്ടിരിക്കും. നിച്ചുമാൻ ഇങ്ങോട്ട് വന്നേ, ഒന്ന് ഓടാതെ നിന്നേ. ഒന്ന് പറഞ്ഞേ, ഇന്ന് നമ്മളിപ്പോ എങ്ങടാ പോണത് എന്ന് പറഞ്ഞേ? ചേച്ചിമാരുടെ വീട്ടിൽ എന്തിനാ പോണത് പറഞ്ഞേ? ബർത്ത്ഡേ. ആരുടെ ബർത്ത്ഡേയാ? ശിവയുടെ ബർത്ത്ഡേ ആണോ? ആ, എന്നാ നീ പറഞ്ഞേ, ശിവയ്ക്ക് ഒരു ഹാപ്പി ബർത്ത്ഡേ പറഞ്ഞേ. അവൻ തിരിഞ്ഞ് കളിക്കാൻ കേട്ടോ. അപ്പം നമ്മൾ വിടാണ്. ഞാനിവിടെ റെഡി ആയിട്ടൊക്കെ നിൽപ്പുണ്ട് കേട്ടോ. എന്തായി ചേച്ചിയുടെ ബർത്ത്ഡേ ആയിട്ട് എന്താ പറയാനുള്ളത്? ഹാപ്പി ബർത്ത്ഡേ ചേച്ചി. അതെ, നമ്മള് സെലിബ്രേഷൻസ് ഒക്കെ തുടങ്ങാൻ പോണുള്ളൂ കേട്ടോ. നമ്മുടെ പരിപാടികളൊക്കെ ഇനി വരും. വാഞ്ചോ ആണോ മേടിച്ചേ? എൻ്റെ ദൈവമേ, എൻ്റെ മോന് വാഞ്ചോ മതി എന്നും പറഞ്ഞ നടക്കുകയാണ്. ഫോൺ മേടിക്കല്ലേ. ബർത്ത്ഡേ ഗേൾ റെഡി ആവട്ടെ. അപ്പം നമുക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ വഴിയെ കാണാം കേട്ടോ. എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിവിടെ റെഡി ആക്കട്ടെ. ചേച്ചിയൊക്കെ വന്നിട്ട് ഹായ്. എനിക്ക് സ്പെഷ്യലായിട്ട് ബീഫ് കപ്പയൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഇതിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇനി പുറകെ നമ്മളെല്ലാം കഴിക്കോട്ടെ. എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്നൊക്കെ ഒന്ന് പറഞ്ഞിട്ട് ഇവരെല്ലാം സീക്രട്ട് ആയിട്ട് വെച്ചേക്കാണ്. ബർത്ത്ഡേ എനിക്കാണ് സർപ്രൈസ്, എന്റെയാണ് ബർത്ത്ഡേ. അപ്പം ഇതെന്തായാലും വളരെ അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. കുഞ്ഞാ, ആരുണ്ടാക്കിയാലും ഇത് കൊള്ളാം. ഇനിയിപ്പോൾ അടുത്തായിട്ട് കേക്ക് കട്ടിങ് ഇപ്പൊ തന്നെ തുടങ്ങും. അനിയത്തി ചേച്ചിനെ മേക്കപ്പ് ചെയ്ത് കൊടുക്കണം. ഇതാണ് സ്നേഹം. മേക്കപ്പിലേക്ക് ഒരാളും കൂടി ജോയിൻ ചെയ്തിരിക്കുകയാണ്. മേക്കപ്പ് ടീം. അമ്മായി മേക്കപ്പായി മാറി. പണ്ട് പന്മാർക്ക് തിരിച്ചൊന്നും പറയാൻ അറിയാൻ പാടില്ലായിരുന്നു. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്ത് സന്തോഷിക്കുന്നുണ്ടല്ലോ. അതെ, ഇവിടെ അടിച്ചോടച്ച് വാർത്തെടുക്കാൻ കേട്ടോ. അനിയത്തിയുടെ സ്നേഹം. അനിയത്തിയുടെ സ്നേഹമാണ് ഈ വാരിക്കോരി മേക്കപ്പ് രൂപത്തിൽ ഇട്ട് കൊടുത്തത്. കണ്ണാടി കണ്ടു വെച്ച് വന്നില്ല. കൊള്ളാം കൊള്ളാം. ആവശ്യത്തിലുള്ള തോന്നൂല. ആണല്ല, ആർക്കെങ്കിലും മേക്കപ്പ് ചെയ്തെന്ന് തോന്നരുതെങ്കിൽ അത് കുഞ്ഞിനെ കൊണ്ട് മേക്കപ്പ് ചെയ്യിക്കണം. ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. അത് പിശുക്ക് കൂടിയതല്ല, ഒന്നും പോഞ്ഞില്ല. ഓ, നമ്മളെല്ലാവരും നന്ദുവിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. നമ്മള് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളെ കൊണ്ട് പറ്റാവുന്ന പോലെ ഞങ്ങൾ റെഡിയാക്കി കൊടുത്തു. അപ്പൊ അതൊക്കെ കഴിഞ്ഞിട്ട് അതെ ഉണ്ണുമോള് പറ്റാവുന്ന പോലെ ഞങ്ങൾ അലമ്പാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് കഴിഞ്ഞിട്ട് അവള് ഇപ്പൊ റെഡി ആയിട്ട് ഇറങ്ങും. അപ്പൊ അത് കഴിഞ്ഞിട്ട് നമ്മുടെ കേക്ക് കട്ടിങ് തുടങ്ങാൻ പോണേണ്. അതെ, ചേച്ചിയൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്. കുഞ്ഞൻ, നിച്ചപ്പൻ എല്ലാരും കൂടി ഇന്ന് കറങ്ങടിച്ച് കളിക്കാനുണ്ട്. ചേട്ടനുണ്ട്.
കുറച്ചുകൂടി കുറച്ചും കൂടി മതിയല്ല. അതെ അത് തന്നെയാണ് നീച്ചപ്പം പറയണത്. കുറച്ചുകൂടി സ്പ്രിന്റ് ഓടിക്കാനാണ് പറഞ്ഞോ. സ്നേഹം കൊണ്ടല്ലേ പൊതിയാണ് അല്ല എന്തോ അനിയന്റെ അനിയത്തിയുടെ സ്നേഹം, മാമന്റെ സ്നേഹം. അതെ ഇനി ആ സ്നേഹം കൂടി കിട്ടാൻ പറ്റൂല. കേക്ക് എല്ലാ അവന്മാര് സ്നേഹിച്ച കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞാണ് അനിയന്റെ അനിയത്തിയുടെ സ്നേഹം ഒരുപാട് വാരിക്കോരി കൊടുക്കണുണ്ടേ. ഓവറാക്കുന്നുണ്ടോ എന്നൊരു സംശയം. ഈ ഓപ്പൺ ചെയ്തോണ്ടിരിക്കണ്ട നമ്മള്. എടുത്ത് തുറന്നു. അതൊക്കെ ഉണ്ട്. ഹാപ്പി ബർത്ത്ഡേ ശിവ എന്നാണ് എഴുതിയേക്കണേ. വാഞ്ചോ നീയല്ലേ പറഞ്ഞ വാഞ്ചോ. ആ സൂപ്പറായിരുന്നു. സാഡാണത് പറഞ്ഞിട്ട്. പാട്ട് വയ്ക്കണ്ടേ? അല്ല പാട്ട് കുഴപ്പമില്ല, പാടിയാലും മതി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ നന്ദു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഹാപ്പി ബർത്ത്ഡേ ടു. കഴിഞ്ഞു കേക്ക് കട്ടിങ് കഴിഞ്ഞിരിക്കുന്നു. ആർക്ക് കൊടുക്കും? അതെ അത് കഴിഞ്ഞ ഉടനെ ഉണ്ണിക്ക്. ചേച്ചി കൊടുക്ക്. അത് മുറിച്ചോണ്ടിരിക്ക. ഹാപ്പി ബർത്ത്ഡേ നിച്ചു. കൊടുക്ക് ചേച്ചിക്ക് ഒരു കഷ്ടം എടുത്ത് കൊടുക്ക നിച്ചു. എല്ലാരും കൊടുക്ക. അമ്പോ നിച്ചപ്പൻ ഒരു വലിയ പീസ് മുറിച്ചെടുത്ത്. അഞ്ഞി നിച്ചപ്പൻ കഴിച്ചോ? അത് കഴിച്ചോ? ചെല്ലാം പിടിച്ചേക്കോടാ. ക്യാമറ കൈമാറുകയാണ്. ഓക്കെ കഷ്ടപ്പാട് അങ്ങനെ ഒരു ചടങ്ങ്. കേക്ക് കട്ടിങ് എന്ന ചടങ്ങ് മനോഹരമായി കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് അടുത്ത ഭക്ഷണം കഴിക്കാൻ ചടങ്ങുണ്ട്. നന്ദുന് കേക്ക് വേണ്ടോ എന്നോട് ഞങ്ങളെല്ലാരും കഴിക്കണ്ടോ? അല്ല അങ്ങനെ എന്തോ പറയണ കേട്ടതുകൊണ്ട് പിന്നെ ഞങ്ങൾ എന്നെ മുറിച്ചിപ്പോ തീർക്കാൻ പോണേണ്. അത് കേട്ടില്ലാന്ന് അതിന് പിന്നെ പറഞ്ഞതേ കേട്ടോളൂ. സർപ്രൈസും കൂടി ഉണ്ട് കേട്ടോ. ഇതിപ്പോ കാണുന്നത് നമ്മള്. അതെ സർപ്രൈസ്. നിച്ചു ഓടിപ്പോയി ആ സർപ്രൈസ് പൊട്ടിക്കണ. നിച്ചു സർപ്രൈസ് ആരുടെ ആയാലും നിച്ചു പൊട്ടിക്കോ. ഇതിന്റെ പരിപാടികളൊക്കെ ചെറിയ പെട്ടി അതിനുള്ളിൽ വേറെ എന്താണ് കൊല്ലം. അതെ ചേച്ചിക്കുള്ള മുൻകൂർ സൂചനയാണ്. അതെ എന്തായാലും കുഴപ്പമില്ല, ഒരു ബർത്ത്ഡേ ഗിഫ്റ്റ് അല്ലേ. എന്താണത് എല്ലാവരും ഇതാ നാളെന്ന് മാറോ? എന്താണ് ഇവിടെ? ഇതെന്താണ് ഇത് പൊട്ടിച്ച് തീരുവോ എന്നെങ്ങാനും? പേടിക്കാനൊന്നുമില്ല. എടാ അടിച്ചു പൊട്ടിക്കല്ലടാ നിച്ചേ. അതെ ഇത് അഴിച്ചിട്ട് പോയി.
കുഞ്ഞെ കുറച്ച് പടം വരച്ച് അതല്ല കണ്ട ഇതൊക്കെ കണ്ടിട്ടില്ല ഞാൻ പോയിട്ട് ആ പെട്ടി പേടിച്ച് വരച്ച് കീറി എനിക്കിത് കാണണം. എന്തത് എന്തൊക്കെയോ ഉണ്ട്. വൃത്തിയായിട്ടവനെ അതൊക്കെ പരത്തല്ലേ. അതെ അവന് മിഠായി ആ ജെല്ലി മിഠായിയൊക്കെ ഇപ്പൊ തന്നെ ചെലവാട്ടോ. ഇഷ്ടപ്പെട്ട കുഞ്ഞു കുഞ്ഞു സാധനങ്ങളൊക്കെ ഉണ്ടോ? മിഠായി ഒന്നും വേണ്ട, അത് മറ്റേ ഇതാണ് എന്തായാലും പേര് ബുഷിന്റെ ആ ഒരു മോതിരം, ഒരു മോതിരം, മാല. നന്ദു ഒന്ന് ഐറ്റംസ് ഒക്കെ ഒന്ന് കാണിച്ചു നന്ദു. ഒരു മാല. നന്ദുന് ഇഷ്ടപ്പെട്ട പോലത്തെ ഗിഫ്റ്റുകളൊക്കെ ഉണ്ടോ കൊടുത്തേക്കണേ? എന്തുവാന്നേ പാവത്തിനെ കിടന്ന് ഇതാക്കല്ലേ. അതൊക്കെ അടിച്ചു വരി കളയുന്നത് നിങ്ങളുടെ ഉത്തരവാദിത്വം ഇനി ഉണ്ണി. അതെ കൊളാക്കിയവരെന്നെ ഇത് വൃത്തിയാക്കേണ്ടതാണ്. മിഠായി അങ്ങനത്തെ കുറച്ച് ഐറ്റംസ് ഒക്കെ കേട്ടോ. അപ്പൊ എന്തായാലും സെറ്റ്. ഇതിനൊരു താങ്ക് യു പറയണില്ലേ? താങ്ക് യു. അതെ ഒരു ഉമ്മ കൊടുത്തിട്ടായാലും കുഴപ്പമൊന്നുമില്ല. യാടാ ഉണ്ണിയും കുഞ്ഞിനും കൂടിയുള്ള സ്നേഹപ്രകടനം കേട്ടാ. ഉണ്ണി എല്ലാവർക്കും കൊടുത്തോണ്ടിരിക്കാണ്. ആ മിഠായി കാരിക്കവർ അണ്ടി കിടക്കണതൊക്കെ എല്ലാം കൂടി പൊട്ടിച്ചിട്ട് ഒരുമിച്ച് ഒരറ്റടിയായിരുന്നു. ഉണ്ണിയുടെ സ്നേഹമാണ്. എല്ലാരും കൂടി ഇരിക്കണ്ട കുറച്ചേരം. ഫുഡിങ് പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ ഒരു അത്യാവശ്യമായിട്ടൊരു പരിപാടി വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങോട്ട് പോവാണ്. കൂട്ടുകാരന്മാരി നിർത്തിയേക്കാണ്. അപ്പൊ അതേ ഉണ്ണിമുമ്പ് ഞാൻ വാരി കൊടുക്കാണ് കേട്ടോ. നാരങ്ങത്തുണ്ടാവും അതൊക്കെ ഉണ്ട്. നമുക്ക് നെയ്ച്ചോറും ഇതുമാണ്. നെയ്ച്ചോറ് ബീഫാണ് നമ്മുടെ ഇന്നത്തെ സ്പെഷ്യല്. അതൊക്കെ ആക്കി നമ്മൾ ഫുഡൊക്കെ കഴിക്കട്ടെ കേട്ടോ. ഓക്കെ നെയ്ച്ചോറും ബീഫുമാണ് ഇന്ന് ഇവിടുത്തെ സ്പെഷ്യൽ. പരിപ്പേറിയില്ല. നെയ്ച്ചോറിന്റെ ഒപ്പം പരിപ്പേറി വേണമെന്നുണ്ടോ? നമ്മുടെ ബർത്ത്ഡേക്കുകൾ കഴിച്ചോണ്ടിരിപ്പുണ്ട് കേട്ടോ. എന്ത് ഒരു ഹായ് പറഞ്ഞേ. ഹായ്. കുഞ്ഞൻ ഫുഡ് എടുത്തിട്ടുണ്ട്. ഞാനും ഇപ്പൊ ദേ ഇതിന്ന് കഴിക്കാം കേട്ടോ. ഉണ്ണിമോള് കഴിച്ചിട്ട് ഇതേ ബാക്കിയുണ്ട്. അപ്പൊ ഞാൻ ഇതിന്ന് കഴിക്കാന്ന് വെച്ചാണ്. വാരി കൊടുത്തോണ്ടിരിക്കാൻ കേട്ടോ. കസേര എനിക്ക് കുഴപ്പമില്ല. കസേര അപ്പൊ നമ്മുടെ ബർത്ത്ഡേക്ക് ഇന്ന് അടിപൊളിയായിട്ട് കഴിഞ്ഞു കേട്ടോ. എല്ലാവരും നല്ല ഹാപ്പി ആയിരുന്നു. നല്ല അടിപൊളി നെയ്ച്ചോറ് ബീഫൊക്കെ കഴിച്ച് കേക്കൊക്കെ കട്ട് ചെയ്ത് സർപ്രൈസ് ഗിഫ്റ്റ് കൊടുത്ത് അപ്പൊ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മുടെ ബർത്ത്ഡേ നല്ല നല്ല അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി. എല്ലാവരും കൂടി ഇന്ന് കൂടുന്നതിന് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വ്ളോഗ് നമ്മൾ ഇവിടെ വെച്ച് നിർത്താണ്. അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു വ്ളോഗിൽ കാണാം. ടാറ്റാ ടാറ്റാ.